നമസ്കാരം, കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ നാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് മുട്ടയൊന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന ബട്ടർ നാനാണ്. നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിയുടെ ഒപ്പം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് നാൻ ഉണ്ടാക്കുമ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വരില്ല. അതുകൊണ്ടാണ്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൈദയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, ഏത് മിൽക്ക് പൗഡർ ആയാലും കുഴപ്പമില്ല, 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, പക്ഷേ വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നല്ല ലൂസായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ആവശ്യമെങ്കിൽ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിൽ അല്പം എണ്ണ തൂവിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഒരു ചൂടുള്ള സ്ഥലത്ത് എടുത്ത് വയ്ക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് നമ്മളിത് കുഴച്ചെടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. നന്നായി തന്നെ ഒന്നുകൂടി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഓരോ ഉരുളകളും അല്പം മൈദപ്പൊടി തൂവിയിട്ട് നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. ചപ്പാത്തിയേക്കാൾ അല്പം കനം കൂടുതൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ഒരു സൈഡ് ചെറുതായി ചൂടാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെയിം ചെറുതായി കൂട്ടി വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് പൊന്തി വരും. അതിനുശേഷം അല്പം ബട്ടർ തടവി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ്സ് അറിയിക്കണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്